നമ്മൾ മുമ്പ് ക്ലബ് ഫുട്ടിനെ കുറിച്ച് വീഡിയോ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഡൗട്ടാണ് സീരിയൽ പോൺസെറ്റി മെത്തേഡ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുള്ള ക്ലബ് ഫുട്ട് പിന്നീട് പാർഷ്യലി ആയിട്ടെങ്കിലും തിരിച്ചു വരണോ എന്നുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും? നോക്ക്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ നോൺ കോംപ്ലിയൻസ് ടു ബ്രേസിംഗ് പ്രോട്ടോകോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി ബ്രേസിംഗ് യൂസ് ചെയ്യാതെ കൃത്യമായ ഡ്യൂറേഷനിലേക്ക് യൂസ് ചെയ്യാത്തവരിലാണ് ഏറ്റവും കൂടുതൽ ക്ലബ് ഫുഡ് തിരിച്ചു വരുന്നത്. എങ്ങനെയാണ് ഒരു ബ്രേസ് യൂസ് ചെയ്യേണ്ടത്? നമ്മളൊരു ക്ലബ് ഫുഡ് സീരിയൽ പോൺസെറ്റി കാസ്റ്റിങ്ങിലൂടെ കറക്റ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ 3 മാസം ദിവസത്തിൽ 23 മണിക്കൂറും പിന്നീട് അങ്ങോട്ട് 4 വയസ്സ് വരെ രാത്രിയിലും കുട്ടികൾ ഉറങ്ങുന്ന സമയങ്ങളിലും നിർബന്ധമായിട്ടും ബ്രേസ് ഉപയോഗിക്കണം. ഇതല്ലാതെ ബ്രെയിനിന്റെയും സ്പൈനിന്റെയും പേശികളുടെയും നരമ്പിന്റെയും പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ക്ലബ് ഫുട്ടുകളും തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. തിരിച്ചു വന്ന ക്ലബ് ഫുട്ടിന്റെ സിവിയറിറ്റി അനുസരിച്ചോ കുട്ടിയുടെ പ്രായമോ അതിന്റെ കാരണമോ അനുസരിച്ചോ ചികിത്സാ രീതികൾ മാറാം. ചില കുട്ടികളിൽ വീണ്ടും പ്ലാസ്റ്ററിങ്ങിലൂടെയോ കാസ്റ്റിങ്ങിലൂടെയോ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിലും മറ്റു ചിലർക്ക് പേശികളിലും അസ്ഥികളിലും സർജറികൾ അനിവാര്യമായി വന്നേക്കാം. വളരെ നേരത്തെ തന്നെ ഒരു പീഡിയാട്രിക് ഓർത്തോപെഡിക് സർജനെ കണ്ട് സീരിയൽ പോൺസെറ്റി കാസ്റ്റിങ്ങിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെയും കൃത്യമായി ബ്രേസിംഗ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നതിലൂടെയും റെഗുലറായി ഫോളോ അപ്പ് ചെയ്യുന്നതിലൂടെയും സർജറികൾ ഒഴിവാക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും.